ഷാലോം ഷാലോം ഷാലോം. ഇത് ഡാനിയൽ ഫിലിപ്പാണ് സംസാരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പാലക്കാട് നിന്ന് ആഫ്രിക്കയിലെ ഉഗാണ്ടയിലോട്ട് നടത്തിയ യാത്രയുടെ ചില വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് പേര്, എൻ്റെ അപ്പനും അമ്മയും അനിയത്തിയും, ചർച്ചിലെ ലക്ഷ്മി ആൻറ്റിയും ഹസ്ബൻഡും, ഞങ്ങൾ കുറച്ച് പേര് ഒരുമിച്ച് നേരെ എയർപോർട്ടിലേക്ക് ഡിസംബർ 30 പപ്പയുടെ സുഹൃത്തായ മാത്യു പാസ്റ്റർ കാറിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുകയായിരുന്നു. അങ്ങനെ നെന്മാറയിൽ നിന്ന് തൃശ്ശൂർ വഴി നേരെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു. ഏകദേശം ഒരു 3-3:30 ആയപ്പോഴേക്കും നമുക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തി. കാരണം 4:45 ചെക്ക് ഇൻ പറഞ്ഞത്. ടെർമിനൽ 3 ഇൻ്റർനാഷണൽ ടെർമിനൽ, 3ാമത്തെ ടെർമിനലിലേക്ക് നമ്മൾ ആ സമയത്തേക്ക് എത്തിച്ചേർന്ന് അപ്പനും അമ്മയും അനിയത്തിയും കൂടെ വന്ന മറ്റ് വിശ്വാസികളും എല്ലാവരും കൂടെ വളരെ വികാരനിർഭരമായൊരു യാത്രയപ്പിന് ശേഷം നേരെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് ചെന്നു. ചെക്ക് ഇൻ കൗണ്ടറിലാണ് നമ്മുടെ ലഗേജൊക്കെ ലോഡ് ചെയ്യുന്നതും ബോർഡിംഗ് പാസ് കിട്ടുന്നതും ഒക്കെ. ഞാൻ നേരെ ഷാർജയിൽ പോയിട്ട് അവിടെ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റിലാണ് അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസിന് വേണ്ടി ലഗേജൊക്കെ ചെക്ക് ചെയ്തു. 30 കിലോ ആണ് അലൗഡ്. 30 കിലോ ചെക്ക് ചെയ്തപ്പോൾ ഇതിപ്പോൾ 2 ബാഗ്, ഒരു ബാഗ് പകുതി അപ്പുറത്തോട്ട് മാറ്റി വെച്ചതുകൊണ്ട് 26 കാണിക്കുന്നു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നേരെ നമ്മുടെ ഇമിഗ്രേഷനിലോട്ട് പോവുകയാണ്. ഇമിഗ്രേഷനിലോട്ട് പോകുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ മണി കൺവേർഷനൊക്കെ ഉണ്ട്, കുറേ കൗണ്ടറുകളുണ്ട്. അപ്പോൾ അങ്ങനെ കൗണ്ടറിൽ പോയി കുറച്ച് കാശ് ഡോളറിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് നേരെ റെഡിയായി ഇമിഗ്രേഷനിലോട്ട് പോയി. അവിടെ നിന്ന് നേരെ വെയിറ്റിംഗ് കൗണ്ടറിലോട്ട്. ഇമിഗ്രേഷൻ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അവിടെ ക്യാമറ അലൗഡ് അല്ല. ഇത് നമ്മുടെ ഗേറ്റുകളൊക്കെ ഉള്ള ഏരിയയാണ്. നേരെ ഗേറ്റിലേക്ക് പോയി. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന പോലെ ഫ്ലൈറ്റ് വരുന്നത് ഗേറ്റുകളിലാണ്. അപ്പോൾ ഏത് ഗേറ്റിലാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അത് ഡിസ്പ്ലേ ചാർട്ട് ഉണ്ടാവും. അപ്പോൾ ആ ചാർട്ട് എവിടെയാണെന്ന് നോക്കി ഇങ്ങനെ ഞാൻ നടക്കുകയായിരുന്നു. ഇമിഗ്രേഷനിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്, എപ്പോൾ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, എത്ര നാളുണ്ടാവും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ ചോദിച്ചു. എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, എവിടെ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഒക്കെ നമ്മൾ ആൻസർ ചെയ്തത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ അത് ക്ലിയർ ചെയ്ത് പോന്നു. ഇങ്ങനെ നടന്ന് നോക്കിയപ്പോൾ അവിടെ ബോർഡ് കണ്ടു, ഡിപ്പാച്ചറിൽ നമ്മുടെ ഫ്ലൈറ്റ് ഏതാണ്, ഗേറ്റ് ഏതാണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഗേറ്റ് നമ്പർ 1 തന്നെയാണ്. അപ്പോൾ നേരെ തിരിച്ചങ്ങോട്ട് നടക്കുകയാണ്. ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നേരെ ഷാർജയിൽ വന്ന് ഇറങ്ങി, ഷാർജയിൽ നിന്ന് വേറൊരു ഫ്ലൈറ്റിൽ കയറി ആട്ട് എൻഡബേയിലോട്ട് പോകുന്നത്. എൻഡബേ എന്ന് പറയുന്നത് ഉഗാണ്ടയിലെ മെയിൻ എയർപോർട്ടാണ് എൻഡബേ. എൻഡബേയിലോട്ട് പോകുന്നത് അങ്ങനെയാണ്. എൻഡബേയിൽ നിന്ന് നമുക്ക് പിന്നീട് കാറിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണുള്ളത്. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. ഇവിടെ നേരെ ഷാർജയിൽ പോകുക, ഷാർജയിൽ നിന്ന് എൻഡബേയിൽ നിന്ന് നമ്മൾ പോകുന്ന വില്ലേജിലോട്ട്. അവിടെ ഈ വെയിറ്റിംഗ് ഏരിയയിൽ ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ചെക്ക് ഇൻ ചെയ്ത സമയത്ത് പിന്നെ അനൗൺസ് ചെയ്തപ്പോൾ നേരെ നമ്മുടെ ഫ്ലൈറ്റ് റെഡിയാണെന്ന് പറഞ്ഞു. നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ അവർ സ്കാൻ ചെയ്തു. ബോർഡിംഗ് പാസ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ, ഷാർജ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. സാധാരണ 2 തരമാണ് ഫ്ലൈറ്റുകൾ വരാറ്. ഒന്ന് നമ്മുടെ ഗേറ്റിനോട് ചേർന്ന് തന്നെ വരും, അല്ലെങ്കിൽ കുറച്ച് ദൂരെ വരും. കുറച്ച് ദൂരെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബസ്സിനകത്തൊക്കെ കയറി പോയി അവിടെ പോയി ഫ്ലൈറ്റിൽ കയറേണ്ടി വരും. പക്ഷേ ഇപ്രാവശ്യം ഫ്ലൈറ്റ് നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു, ഗേറ്റിനോട് ചേർന്ന് തന്നെയായിരുന്നു ഫ്ലൈറ്റ് വന്നിരുന്നത്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് എയർവേ ടണൽ ഒരെണ്ണം, എയർപ്ലെയിൻ്റെ ടണൽ ഒരെണ്ണം കണക്ട് ചെയ്യും. പുറത്ത് നമുക്ക് കാണാം നമ്മുടെ ഫ്ലൈറ്റ് അവിടെ റെഡി ആയിട്ട് ടണലൊക്കെ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുകളെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആളുണ്ട്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം, പാസഞ്ചേഴ്സിൻ്റെ എണ്ണവും ഒരുപാട് കൂടുതലാണ്. അപ്പോൾ വളരെ ലോങ് ക്യൂ ആണ്. ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് ക്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റുന്നത്. ഓരോരുത്തർ ചെക്ക് ചെയ്ത് അകത്തേക്ക് പോവാം. നമുക്ക് ടണലിൻ്റെ അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ബോർഡിംഗ് പാസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും, നമ്മൾ ഈ ഫ്ലൈറ്റിൽ തന്നെയാണോ പോകേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ
അതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. നമ്മൾ നമ്മുടെ എയറോപ്ലെയിനിലോട്ട് ഷാർജ എയറോപ്ലെയിനിലോട്ട് നമ്മൾ കയറുകയാണ്. ഷാർജ എയറോപ്ലെയിൻ എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ടിക്കറ്റ് എടുത്തത്. അവിടെ നിന്ന് നേരെ അകത്തോട്ട് കയറി എൻ്റെ സീറ്റ് നമ്പറൊക്കെ എയർ ഹോസ്റ്റസ് ചെക്ക് ചെയ്തു. എന്നിട്ട് ഡയറക്ഷനൊക്കെ പറഞ്ഞു തന്നു. നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആണ്. ഇപ്രാവശ്യം നമ്മൾക്ക് കിട്ടിയത് സെൻട്രൽ സീറ്റാണ്. നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ വിൻഡോ സീറ്റ് ഒക്കെ കിട്ടും. വിൻഡോ സീറ്റിൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ സെൻട്രൽ സീറ്റ് ആയാലും ഫൈനായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ നേരെ പോയി നമ്മുടെ സീറ്റ് നടുക്കൊണ്ട് അങ്ങനെ നമ്മുടെ സീറ്റിൽ നമ്മൾ ഈ സീറ്റിംഗ് ആയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ക്രമീകരണമായി ലഗേജ് മുകളിൽ വെച്ചു. ഒരു ബാക്കിൽ ലഗേജ് ഉണ്ടായിരുന്നു. പിന്നെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. ആ ഹാൻഡ് ബാഗ് നമുക്ക് സീറ്റിന് താഴത്ത് വെക്കണം, മടിയിൽ വെക്കാൻ പാടില്ല. പക്ഷെ ഞാൻ മടിയിൽ തന്നെ വെച്ചപ്പോൾ അവരത് വാങ്ങിച്ച് മുകളിൽ വെച്ചു. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. ആദ്യം ഒന്ന് വിഷമിച്ചു, നമുക്ക് ടേക്ക് ഓഫ് ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് ട്രാക്കിലോട്ട് നമ്മുടെ ടേക്ക് ഓഫ് ട്രാക്കിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്തും വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സന്തോഷമായി. കാരണം വേറെ വെളിച്ചങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായി പുറത്തേക്ക് കാണാമായിരുന്നു. രാത്രി ആയാലും കൊച്ചി പട്ടണത്തിൻ്റെ മനോഹാരിതയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. നമുക്ക് നല്ല ഭംഗിയുള്ള രാത്രിയുള്ള ഒരു ഫ്ലൈറ്റായിരുന്നു ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം. ഇത് 4 മണിക്കൂറാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് വരുന്നത്. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അറബിക്കടലിൻ്റെ മുകളിലൂടെ അറബിക്കടൽ മുറിച്ച് കടന്ന് നേരെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഫ്ലൈറ്റ് ചെന്നിറങ്ങാൻ പോകുന്നത്. 4 മണിക്കൂറാണ് ഈ ജേണി ഉള്ളത്. ഷാർജ എയർപോർട്ടിലേക്ക് ചെന്നിറങ്ങുക എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. നമ്മൾ 7:45 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇത് ഒരു 4 മണിക്കൂർക്ക് ശേഷം 11:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഷാർജയിലെത്തി. നമ്മുടെ സന്തോഷ് സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നഗരത്തിൻ്റെ പ്രൗഢഗംഭീരമായ നഗരഭംഗി നമുക്ക് താഴെ കാണാൻ കഴിയും. വളരെ രസകരമായ വ്യൂ ആയിരുന്നു നമ്മുടെ UAE മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അവിടെ ഷാർജയിൽ നമ്മുടെ ഫ്ലൈറ്റ് ചെന്ന് ലാൻഡ് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഇഷ്യൂ ഇല്ലാതെ വളരെ സേഫായിട്ട് നമ്മൾ പോയി ചെന്നിറങ്ങി. ചെന്ന് ലാൻഡ് ചെയ്യുമ്പോഴുള്ള കുടുക്കമൊക്കെ കാണാം. ഇപ്രാവശ്യം നമ്മൾ ടണൽ വഴിയല്ല പുറത്തോട്ട് വരുന്നത്, നമ്മൾ സ്റ്റെയർ വഴിയാണ് പുറത്തോട്ട് വരുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഫ്ലൈറ്റ് വന്നത് ഗേറ്റിൻ്റെ അവിടെയല്ല, ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ വന്നത് കാണാം. നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ട് സ്റ്റെയർ വേ വഴി താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. കാരണം ഈ ഫ്ലൈറ്റ് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തല്ല വന്നത്, നമ്മൾ കയറിയപ്പോൾ ഉള്ള വന്നതുപോലെയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് നേരെ നമ്മൾ ബസ്സുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബസ്സുകൾ റെഡിയാണ്. എല്ലാവരും ഞാൻ ട്രാൻസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വേറൊരു ഫ്ലൈറ്റിലോട്ട് കണക്റ്റഡ് ഫ്ലൈറ്റിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഫ്ലൈറ്റിലെല്ലാവരും ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഗേറ്റിലോട്ട് പോകാൻ. ട്രാൻസിറ്റ് ചെയ്യുകയാണെങ്കിലും ഗേറ്റിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്കത് മാറാൻ. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി ഷാർജ എയർപോർട്ടിൽ ചെന്ന് ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ എന്നോട് വെയിറ്റിംഗ് ഏരിയ കാണിച്ചു തന്നു. നേരെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് നടന്നു. നമുക്കിവിടെ കുറച്ച് നേരം നമുക്കിവിടെ ട്രാൻസിറ്റ് ടൈമുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാനും അടുത്ത ഫ്ലൈറ്റ് എൻ്റെ പേരിലോട്ടുള്ള ഫ്ലൈറ്റ് വരുന്ന ടൈമിനനുസരിച്ചാണ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സമയം വെയിറ്റിംഗ് ടൈമുണ്ട്. അപ്പോൾ അങ്ങനെ ഷാർജ എയർപോർട്ടിൽ ഏകദേശം 12 മണിയോളം ആയ സമയത്തും നല്ല റഷ് ഉണ്ട്, നല്ല തിരക്കുണ്ട്. ദുബായ് എയർപോർട്ടിൻ്റെ അത്രയും വലിയൊരു എയർപോർട്ടല്ല, പക്ഷേ എന്നാലും നല്ല രീതിയിലുള്ള ആളുകൾ തിരക്കുകളുള്ള എയർപോർട്ട് തന്നെയാണ് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിൽ നല്ല ആൾത്തിരക്കുണ്ടെങ്കിലും നമ്മുടെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ തപ്പി അവിടെ നമുക്ക് കിടക്കാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് ഞാനിങ്ങനെ നടന്ന് നമ്മുടെ എയർപോർട്ടിൻ്റെ ഗേറ്റിൻ്റെ വെയിറ്റിംഗ് ഏരിയയിലോട്ട്, നമ്മുടെ വെയിറ്റിംഗ് ഏരിയ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് ആ വെയിറ്റിംഗ് ഏരിയയിലോട്ട് നമ്മൾ പോയി ഇവിടെ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് എൻ്റെ പേരിലോട്ടാണ് വീണ്ടും കാണാം.